ജീവിതം ഉലഞ്ഞു പോകുന്ന സഹനകാലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ വാക്യമാണ്. കർത്താവിന്റെ ശക്തമായ കരങ്ങളുടെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ. സഹനകാലം നമ്മൾ താഴ്ത്തപ്പെടുന്ന കാലമാണ്. ഒരു കാര്യം ഉറപ്പുവരുത്തിയേക്കണം, അങ്ങനെ താഴ്ന്ന് നിൽക്കുന്നത് കർത്താവിന്റെ കരത്തിന്റെ കീഴിലാണെന്ന് ഉറപ്പുവരുത്തിയാൽ മതി. അങ്ങനെ നിന്നുള്ള ഗുണം എന്താണ്? അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കും. നീ കർത്താവിന്റെ ശക്തിയുള്ള കരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ടാണ് സഹിക്കുന്നതെങ്കിൽ, സഹനകാലത്ത് തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, പള്ളു പറയാതെ, ശപിക്കാതെ ആ സഹനകാലത്തെ കർത്താവിന്റെ കരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് അതിജീവിക്കാൻ നീ ശ്രമിച്ചാൽ, അതിന്റെ ബാക്കിയായി സംഭവിക്കുന്നത് അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. നിന്നെ വീണ്ടും കർത്താവ് ഉയർത്തും.